വേരിക്കോസ് വെയിൻ ആണോ നിങ്ങളുടെ പ്രശ്നം? ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഈ രോഗം അലട്ടുകയില്ല. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഇത് വരാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആഹാരക്രമങ്ങളും അതുപോലെ തന്നെ വ്യായാമങ്ങളും അതുപോലെ തന്നെ കുറച്ച് യോഗകളുമാണ്. ആദ്യത്തെ എക്സസൈസ് ആണ് കാഫ് റൈസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ കാലിന്റെ പുറകുവശം വെളിയിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ കാലിന്റെ മുൻവശം കൊണ്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോളിയസ് മസിൽ കോൺട്രാക്ട് ചെയ്യും, തന്മൂലം നമ്മളുടെ അശുദ്ധ രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തെ എക്സസൈസ് ആണ് ആംഗിൾ ട്വിസ്റ്റ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ഇരുന്നതിന് ശേഷം കാലിന്റെ ആംഗിൾ വലത്തോട്ടും അതുപോലെ തന്നെ ഇടത്തോട്ടും 30 തവണ കറക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇതിന്റെ ആക്ഷൻ ചെല്ലുന്നത് സോളിയസ് മസിലിലോട്ട് തന്നെയാണ്. അവിടെ കെട്ടിക്കിടക്കുന്ന ഈ അശുദ്ധ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതാണ് യോഗ. ശരീരഭാരം നിയന്ത്രിക്കാനും നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഉതകുന്ന ഒന്നാണ് യോഗ. ഈ വേരിക്കോസ് വെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയിൽ ഒരുപാട് ആസനങ്ങൾ പറയുന്നുണ്ട്. പ്രധാന യോഗാസനങ്ങളാണ് വിപരീതകരണി, ബദ്ധകോണാസനം, സർവാംഗാസനം, പശ്ചിമോത്താസനം, അനന്തശയനാസനം, താടാസനം, സേതുബന്ധാസനം. ഈ യോഗാസനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു യോഗ ട്രെയിനറുടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ സഹായം തേടുന്നത് അത്യാവശ്യമാണ്. ഇനി ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നോക്കാം. ധാരാളം ഫ്ലവനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ചീര, ബ്രൊക്കോളി, സവാള, കാപ്സിക്കം, സിട്രസ് ഫ്രൂട്ട്സ് അഥവാ ഓറഞ്ച്, ലെമൺ തുടങ്ങിയവ, വെളുത്തുള്ളി, ആപ്പിൾ എന്നിവ ഇവയൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും ഉത്തമമാണ്. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഉദാഹരണത്തിന് നട്ട്സ്, ബദാം, പിസ്ത, ലെന്റിൽസ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കഴിക്കുന്നതും അത്യുത്തമമാണ്. ഇന്ന് ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ വേരിക്കോസ് വെയിൻ. ഇത് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏർലി ഡയഗ്നോസിസ് ആണ് നമ്മൾ പറയുന്നത്. അതിനായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ആഹാരത്തിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ എക്സസൈസ് ഇതെല്ലാം ക്യാരി ഔട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ അസുഖം വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.